രാവിലെ 5:30 തന്നെ ക്യാപ്സ്യൂൾ ഹോട്ടൽ ചെക്കൗട്ട് ചെയ്തിട്ട് ഫെറിയിൽ പോവാണ് കേട്ടോ. ഒക്കിനോ എറാബുജിമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ജോലി വരുന്നത്. സോ രാവിലെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. സോ 4,900 സംതിങ് ആയി ടിക്കറ്റിന്. അതെടുത്തു, എല്ലാം കൂടെ ചുമന്ന് കയറ്റിയപ്പോൾ പത തുപ്പി കപ്പൽ വരെ. ഇതാണ് ഫെറിയുടെ ഇൻറ്റീരിയർ. നമ്മൾ എക്കോണമി ക്ലാസ് പോലത്തെ ഒരു ടിക്കറ്റാണ് എടുത്തത്. സോ അതിൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും തലേദിവസം ഉറങ്ങാൻ പറ്റിയില്ല. ഇത് വാൾ വയ്ക്കേണ്ടവർക്ക് വാൾ വയ്ക്കാം. സോ തലേദിവസം ക്യാപ്സ്യൂൾ ഹോട്ടലിൽ അപ്പുറത്താൾ പണ്ടാർക്ക് ഉറക്കം വലിയായിരുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ കയറി കിടന്നു. ഒരു 7 മണി തൊട്ട് 10 മണി വരെ കിടന്നുറങ്ങി. 7 മണിക്കായിരുന്നു എടുക്കേണ്ടത്. എന്നിട്ട് 10 മണിയായപ്പോൾ എഴുന്നേറ്റ് പുറത്തു വന്നു. ഇതേ കിടിലം വ്യൂ. അങ്ങനെ പിന്നെ രാവിലെ ഒന്നും കഴിക്കാതെ കൊടുക്കത്തെ വിശപ്പ്. വെൻഡിങ് മെഷീനിൽ നിന്ന് ഒരു കപ്പ് നൂഡിൽസ് എടുത്തു. എന്നിട്ട് ചൂടുവെള്ളം പിടിച്ച് അത് കഴിക്കാനായിട്ട് പോവാണ് ആസ് യൂഷ്വൽ. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ വിശന്നിരിക്കുന്നതുകൊണ്ട് കഴിച്ചു. നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലമായിട്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെച്ച് സാധനം എടുത്ത് ഇറങ്ങുവാണ്. നമ്മുടെ പോർട്ടിലെത്തി 2:10 എത്തേണ്ടത്, പക്ഷേ ഏകദേശം ഒരു 20 മിനിറ്റ് മുന്നേ 13:50 ആയപ്പോൾ എത്തി. അതാണ് വ്യൂ. വാദോമരി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഒക്കിനോ എറാബുജിമയിൽ വാദോമരി എന്ന് പറഞ്ഞ തുറമുഖത്താണ് ഇറങ്ങിയത്. ഇതാണ് നമ്മൾ വന്ന കപ്പൽ. സോ 20 മിനിറ്റ് നേരത്തെ വന്നുകൊണ്ട് തന്നെ പിക്ക് ചെയ്യാനുള്ളവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ കറക്റ്റ് സമയപ്പോൾ അവർ വന്നു. പുള്ളിയെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. പുള്ളി ക്യോത്തോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഷിയോക്ഷ പോയി റെസിഡൻസ് കാർഡിൻ്റെ ബാക്കിൽ അഡ്രസ്സ് പഞ്ച് ചെയ്ത് നമ്മുടെ പുതിയ അഡ്രസ്സ് ചെയ്ത് മൈ നമ്പർ കാർഡൊക്കെ അപ്ലൈ ചെയ്ത് സൂപ്പർ മാർക്കറ്റിൽ പോയി അത്യാവശ്യത്തിനുള്ള സാധനം മേടിക്കാൻ. അവിടെ നിന്ന് അരിയും കുറച്ച് മീറ്റും ഒക്കെ എടുത്തു. ആകെ 2 സൂപ്പർ മാർക്കറ്റുള്ളൂ കേട്ടോ ഇവിടെ. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി, കാരണം സാധനങ്ങളെല്ലാം മെയിൻ ലാൻഡിൽ നിന്നാണ് വരുന്നത്. സോ കുറച്ച് മീറ്റും റൈസൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ വർക്ക് സൈറ്റായിട്ട് വരിക. കറൻ്റ്ലി ഇപ്പോൾ ഉരുളൻകിഴങ്ങ് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2 മാസത്തേക്ക് ഉരുളൻകിഴങ്ങ് വിളവെടുപ്പായിരിക്കും. അത് കഴിയുമ്പോഴത്തേനും കരിമ്പ് വിളവെടുക്കാറായിട്ടുണ്ടാവും. ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് നാളെ മെഡിക്കലാണ്. ജോലി ഇനി ബുധനാഴ്ച ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി വീട്ടിലോട്ട്. ഓക്കെ, ബൈ.